ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു, നല്ല തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഉറങ്ങി എഴുന്നേറ്റതാണ്. അപ്പോൾ കിയാരേനെ അമ്മേൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് പോയതാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരാൾക്ക് ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല കളിയൊക്കെ ആയിരുന്നു, ഫുള്ള് നടത്തം തന്നെ ആയിരുന്നു. അതെന്തോ എടുത്തുവിടാ തായെന്ന്, അതെന്തോ എടുത്തുവിടാ തായെന്ന്. ഇളയമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഇളയമ്മ ഗൾഫിലായിരുന്നു ഒരു 3 മാസത്തേക്ക്. അപ്പോൾ ഇളയമ്മ കൊണ്ടുവന്ന സാധനമാണ് ഇവളുടെ തലയിൽ കിടക്കുന്ന ബോ. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവക്കിതാ ഫുള്ള് നടത്തവും പിന്നെ ഇങ്ങനത്തെ തേങ്ങയൊക്കെ കയ്യിൽ പിടിച്ചിട്ട് തന്നെയായിരുന്നു കുറേ സമയം കളിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും ചായ കുടിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ചേച്ചിയും ഉണ്ട്. ചേച്ചി എന്തോ കാര്യമായിട്ട് ആലോചിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ മുഖത്തുള്ള ഈ ഒരു പിമ്പിൾ ഉണ്ടല്ലോ, കഴിഞ്ഞ മാസവും ഇതേ സമയത്ത് ഇതേ സ്ഥലത്ത് തന്നെയായിരുന്നു. കുറി കണ്ടോ, മാമിക്കിട് കുറി, മാമിക്ക് കുറിയിട് കൊണ്ടായിരുന്നു പോ. അമ്മമ്മക്ക് മതി, അമ്മമ്മക്ക്. അപ്പൊ അമ്മക്കില്ലേ, അമ്മക്കില്ലേ. നടന്നിട്ട് ഇവളുടെ ബാക്കിൽ ഓടാൻ പറ്റാത്തത് കൊണ്ട് ഇവളെ വാക്കറിലാക്കിയതാണ്. അപ്പോൾ വാക്കറിലാക്കിയതിന് ശേഷം ഫുള്ള് ചെടിയൊക്കെ വലിക്കാൻ പോകുന്നുണ്ടായതായിരുന്നു. അപ്പോൾ ഈ ഒരു ബോ ഇത്രയും സമയം ആൾ വെച്ചത് എന്തോ ഒരു ഭാഗ്യമാണ്, കാരണം ഒന്നും അവൾക്ക് ഇടുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട്. പിന്നെ തനു അത് എടുക്കാൻ പോകുമ്പോൾ അവളത് എടുക്കാനും സമ്മതിക്കുന്നില്ല, പക്ഷെ അത് അവൾക്ക് വേണ്ടാനും വേണ്ട, ആ ഒരു അവസ്ഥയാണ്. അവസാനം അത് എടുത്തിട്ട് മാറ്റി വെച്ചു. വേണ്ടേ ചെറിയൊരു കറിവേപ്പിലേൻ്റെ ചെടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ അതും വലിക്കാൻ പോയത് പപ്പ ഇങ്ങനെ നോക്കുന്നതാണ്. പിന്നെ ഈ ഒരു ടീച്ചർ ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഇവരിങ്ങനെ ഓരോ കഥ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ചിരിയൊക്കെ വരും. അപ്പോൾ ഇവക്ക് വട്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മരുമകളല്ലേ, കുറച്ച് ലൂസുള്ള ആളല്ലേ എന്നൊക്കെ. അപ്പോൾ അതും പറഞ്ഞ് നമ്മളിങ്ങനെ ചിരിക്കുന്നുണ്ടായതായിരുന്നു ഇവിടെ. പിന്നെ ഇവളെയും കൊണ്ടൊന്ന് ഗേറ്റിന്റെ അവിടെ വരെ വന്നതാണ്. അപ്പൊ ഇവിടെ ആണെങ്കിൽ കുറെ പിള്ളേരൊക്കെ ഉണ്ട്, ജ്യോതിയൊക്കെ പിള്ളേരും ഒക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ കളിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ അച്ചും ഉണ്ട്, ദേവും ഉണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവളെയും ജസ്റ്റ് ഒന്ന് താഴെ ഇറക്കിയിട്ട് ഫുള്ള് നടത്തുമായിരുന്നു, തനുവിൻ്റെ കൈയും പിടിച്ചിട്ട്. അപ്പോൾ ഇവക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിള്ളേരൊക്കെ ഒന്നിച്ച് കാണുമ്പോൾ. പിന്നെ ഇവക്ക് നല്ല ഉറക്കമായിരുന്നു വീട്ടിൽ വന്നതിന് ശേഷം. ഇളമ കൊണ്ടുവന്ന ചോക്ലേറ്റ്സിൽ ഒരു കിറ്റ്കാറ്റും ഉണ്ടായിരുന്നു. അപ്പം ഞാനത് കഴിച്ചു. അപ്പോൾ കിയാരയ്ക്ക് നല്ല ഉറക്കമായിരുന്നു. അപ്പം ഞാൻ കഴിക്കുന്ന സമയത്ത് ആൾ എഴുന്നേൽക്കുകയും ചെയ്തു. ഉറക്കം തെളിഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും എഴുന്നേറ്റു. അപ്പോൾ ഇത്രയും സമയം നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഉണ്ടായതായിരുന്നു. അപ്പോൾ ഇപ്പോൾ 8 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ ഇവിടെ അങ്ങനെ തിരക്കുണ്ടാവാറില്ല. അതല്ലാതെ ഇങ്ങനെ രാവിലെ ഉച്ചക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇവിടെ നല്ല തിരക്കാണ്. കുറേ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇവിടെ വേണ്ട ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഇപ്പോൾ. അപ്പം ഇവൾ ഓരോ സാധനം ഇങ്ങനെ കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എനിക്ക് വിമാർട്ടാണിത്. അപ്പോൾ ഇവിടെ എനിക്ക് കൂടുതലും ഇഷ്ടമുള്ളത് ഈ ഒരു ഐസ്ക്രീമാണ്, കുൽഫിയാണ്, മലായി കുൽഫി പോലത്തെ ഒരു സാധനം. അപ്പം ഞാനത് കഴിക്കാൻ പോവുകയാണ്. അപ്പം ഇവളത് പിടിച്ച് നിന്നിട്ടുണ്ട്. പിന്നെ ഓക്കും കുറച്ചിങ്ങനെ കൊടുത്തിട്ട് കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളത് അവിടെ തന്നെ കഴിച്ചു.
ഞാൻ വോയിസ് ഇടുമ്പോൾ ഇവിടെ ഒരാൾക്ക് ഭയങ്കര സംസാരിക്കാനുള്ള ആ ഒരു ഇതാണ്. അപ്പോൾ കുറേ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടതുകൊണ്ടാണ് സന്ധ്യ ഓടുന്നുള്ളത്. അപ്പോൾ ഇവരിങ്ങനെ ഓരോന്നും പറഞ്ഞ് ചിരിക്കുന്നുള്ളതാണ്. പിന്നെ കിയാരനെ താഴെ ഇറക്കിയതുകൊണ്ട് അമ്മയ്ക്കൊരു പണി കിട്ടി. കാരണം ഇവള് മൂത്രമൊഴിച്ചു അവിടെ. കാരണം നമ്മൾ പാമ്പേഴ്സ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായതായിരുന്നു. അപ്പോൾ അമ്മ അത് തുടയ്ക്കുന്നുള്ളതാണ്. പിന്നെ ഇവിടുത്തെ ചോക്ലേറ്റും പിടിച്ച് നിൽക്കുവാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ എവിടെ പോയാലും ചോക്ലേറ്റ് വേണമല്ലോ, അതില്ലാതെ ഒരു ഇതില്ലല്ലോ. അപ്പം കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാങ്ങി, പിന്നെ എല്ലാം വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ട് ഞാനിതാ ചോറ് കഴിക്കുമായിരുന്നു. ചോറും നല്ല ഞണ്ട് കറിയും. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.